എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച നിമിത്തം യേശുവിൻ്റെ നാമത്തെ പ്രതി മറ്റുള്ളവരുടെ പരിഹാസവും പഴിയും നിന്ദയും ഒക്കെ സഹിക്കുന്നുണ്ടോ? ഇന്ന് പകൽ നിങ്ങളോടൊരു ദൂതുണ്ട്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദൈവം പറയുന്നത് സന്തോഷിക്കുവാനാണ്. സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ മറ്റുള്ളവർ നമ്മെ പഴിക്കുമ്പോൾ, നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നത് വേദനയാണ്, വിഷമമാണ്, സങ്കടമാണ്. ദൈവം പറയുന്ന അങ്ങനെയല്ല. നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിനെന്നാണ്. അതെങ്ങനെ കഴിയും? നമ്മെ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ദൈവമാണ് പറയുന്നത്, നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തൊരു സന്ദേശമാണിത്! ഇങ്ങനെയൊക്കെ പറയാൻ ഈ ഭൂമിയിൽ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ദൈവം വെറുതെ പറയുന്നതല്ല. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല കേട്ടോ. ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഈ ഭൂമിയിലെ ജീവിതം 70 സംവത്സരം, ഏറെ ആയാലും 80. മരണത്തിനപ്പുറം നിത്യ യുഗങ്ങൾ നാം ജീവിക്കാൻ പോവുകയാണ്. നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദയ്ക്ക് ഒരു റിവാർഡുണ്ട്. പ്രതിഫലം വലുതായിരിക്കും. എത്ര പേർ ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുക്കും? ദൈവം പറയുന്നു സന്തോഷിക്കുവിൻ. ഇവിടെ വരെ അങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റുമോ? പറ്റും. നമ്മുടെ കർത്താവിനെ നോക്കിയാൽ മതി. തന്നെ കാൽവറിയിൽ വളരെ മൃഗീയമായി അവർ പീഡിപ്പിക്കുമ്പോൾ, ഉപദ്രവിക്കുമ്പോൾ, പഴിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, ആ നിന്ദകൾക്കും അപ്പുറം, ആ ദുഷികൾക്കും ഉപദ്രവങ്ങൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറം തൻ്റെ മുൻപിൽ വെച്ചിരുന്ന ഒരു സന്തോഷം നമ്മുടെ കർത്താവ് ഓർത്തപ്പോൾ അവൻ അപമാനം അലക്ഷ്യമാക്കിക്കൊണ്ട് മുൻപോട്ട് ചലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു നിനക്കൊരു റിവാർഡ് വരുന്നുണ്ട്. സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം വലുതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലം മുൻപിൽ കണ്ട് ഇപ്പോൾ സന്തോഷിക്കുവിൻ. കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല, ശകാരത്തിന് പകരം ശകാരമല്ല. അതല്ല എന്നെ എൻ്റെ ഗുരു പഠിപ്പിച്ചത്. അവൻ അവരെ അനുഗ്രഹിച്ചു, അവൻ അവരെ സ്നേഹിച്ചു, അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് നിന്ദയുണ്ടെങ്കിൽ ദൈവം ഒരു ദൂത് കൈമാറുന്നു. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. എ ഗ്രേറ്റ് റിവാർഡ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതുകൊണ്ട് ഇപ്പോൾ
സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.